എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. ഇന്നൊരു വെറൈറ്റി ഓംലെറ്റ് റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്ലൗഡ് ഓംലെറ്റ്, സൂഫ്ലെ ഓംലെറ്റ്, സൂപ്പർ ഫ്ലഫി ഓംലെറ്റ് എന്നൊക്കെയാണ് ഇതിൻ്റെ വിളിപ്പേരുകൾ. ഇതൊരു ഫ്രഞ്ച് ഒറിജിനേറ്റഡ് ഡിഷാണ്. ഇപ്പോഴിത് ജപ്പാൻകാരുടെ ഓംലെറ്റ് ആയിട്ടും അറിയപ്പെടുന്നുണ്ട്. അപ്പോഴിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ സൂപ്പർ ഫ്ലഫി ഓംലെറ്റ് ആണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉണ്ണിയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുത്ത് നന്നായിട്ട് അടിച്ചു പതപ്പിച്ചെടുക്കണം. ഈ മുട്ടവെള്ള നമുക്ക് പല രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാം. മുട്ടയുടെ മുകളിൽ ചെറിയ ഹോളിട്ട് അതിലൂടെ മുട്ടവെള്ള എടുക്കാം. അതല്ലെങ്കിൽ മുട്ട നടുവേ പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് മുട്ടവെള്ള സെപ്പറേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു എഗ് യോക്ക് സെപ്പറേറ്റർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മുട്ട വെള്ളയിലേക്കും മഞ്ഞയിലേക്കും 2 പിഞ്ച് ഉപ്പ് വെച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു വിസ്കോ ബീറ്ററോ ഉപയോഗിച്ച് അടിച്ചു പതപ്പിച്ചെടുക്കാം. വിസ്കോ കൊണ്ടാണെങ്കിൽ കൂടുതൽ സമയം എടുക്കുമെന്നേ ഉള്ളൂ. ബീറ്റർ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് പതപ്പിച്ചെടുക്കാം. ബീറ്റർ കൊണ്ടാണെങ്കിൽ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. 1 മിനിറ്റ് കൊണ്ട് തന്നെ അത് നന്നായിട്ട് പതഞ്ഞ് ഈ ഒരു സ്റ്റേജിലെത്തും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്താൽ ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ മധുരം ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. ഇനി ഇത് വീണ്ടും ബീറ്റ് ചെയ്യാം. മുട്ടവെള്ള നന്നായി പതഞ്ഞ് നല്ല സ്റ്റിഫ് ആകുന്നത് വരെ ബീറ്റ് ചെയ്യണം. മുട്ടവെള്ള പതഞ്ഞ് നല്ല സ്റ്റിഫ് പീക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിസ്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്ര സ്റ്റിഫ് ആക്കണമെന്ന് നിർബന്ധമില്ല. സോഫ്റ്റ് പീക്സ് വരെ എത്തിച്ചാലും മതി. അടുത്തതായിട്ട് മുട്ട മഞ്ഞ ഒന്ന് അടിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് കുരുമുളക് പൊടിയോ മുളകോ ഒക്കെ ചേർക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. മുട്ട വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഈ വെള്ളം ചേർക്കുന്നത്. വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ട മഞ്ഞയും വെള്ളയും സെപ്പറേറ്റായി അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് വേവിച്ചെടുക്കാം. അതിനായി ചൂടായ ഒരു പാനിലേക്ക് എണ്ണയോ ബട്ടറോ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പാൻ ചൂടാക്കിയെടുക്കുക. മുട്ട പാനിൻ്റെ വശങ്ങളിൽ ഒത്തിരി അങ്ങ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പാനൊന്നെടുത്ത് നന്നായി ചുറ്റിച്ച് എണ്ണ എല്ലാ വശങ്ങളിലും എത്തിക്കുക. പാനൊന്ന് ചൂടായാൽ പിന്നെ ഫ്ലെയിം ലോയിലേക്ക് മാറ്റണം. മുട്ട ഒഴിക്കുന്ന സമയം തൊട്ട് ഫുള്ളായിട്ട് കുക്ക് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇനി ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട മഞ്ഞ ഒഴിക്കാം. ഇനി ഇത് ഈവനായിട്ട് സ്പ്രെഡ് ആകാൻ വേണ്ടി പാൻ എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ ആയിരിക്കണം, ആ കാര്യം മറക്കരുത്. ഇത് ഈ രീതിയിൽ 1 തൊട്ട് 2 മിനിറ്റ് വരെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ സമയം ഓരോരുത്തരുടെയും ബർണറിൻ്റെ സൈസ് അനുസരിച്ച് മാറും. അപ്പോഴിടയ്ക്കൊന്ന് തുറന്ന് നോക്കി പാകത്തിന് വേവായോ നോക്കുക. അപ്പോഴിത് പാകത്തിന് വേവായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടും പറ്റാതിരിക്കും. ഇപ്പോഴിത് പാകത്തിനായിട്ടുണ്ട്, കയ്യിലൊന്നും പറ്റുന്നില്ല. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് മുട്ടവെള്ള വയ്ക്കാം. ക്ലൗഡ് ഓംലെറ്റിനാണ് നമ്മൾ ഈ രീതിയിൽ ആദ്യം മുട്ട മഞ്ഞ വേവിച്ചെടുത്തതിന് ശേഷം അതിന് മുകളിലായി മുട്ടവെള്ള വയ്ക്കുന്നത്. സൂഫ്ലെ ഓംലെറ്റിനാണെങ്കിൽ മുട്ട മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് അടിച്ചു പതപ്പിച്ചതിന് ശേഷം രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫ്ലഫിനെസ് പോകാതെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് അത് പാനിലേക്ക് ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. നമ്മളിവിടെ ക്ലൗഡ് ഓംലെറ്റ് ആണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഞാൻ മുട്ടവെള്ളം മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂണോ സ്പാറ്റിലോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 മുട്ട കൊണ്ട് ക്ലൗഡ് ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടി 6.5 ഇഞ്ച് ഡയമീറ്ററും 5 ഇഞ്ച് ഹൈറ്റും ഉള്ള ഒരു സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ടവെള്ളം ഇത് വേകുന്ന സമയത്ത് ഇത് പൊങ്ങി വരും. അതുകൊണ്ടാണ് ഹൈറ്റുള്ള സോസ് പാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഫ്രൈയിങ് പാനിലാണ് ചെയ്യുന്നതെങ്കിൽ 8 ഇഞ്ച് ഡയമീറ്ററുള്ള ഫ്രൈയിങ് പാനെങ്കിലും എടുക്കണം. ഞാനിവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതടച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവാനായി വയ്ക്കാം. ഇത് പാകത്തിന് വേവായി വരാൻ ഈ രീതിയിൽ 5 തൊട്ട് 10 മിനിറ്റ് വരെ മൂടി വെച്ച് വേവിക്കണം. ഓരോരുത്തരുടെയും ബർണറിൻ്റെ സൈസ് അനുസരിച്ച് ഇതിൻ്റെ സമയം മാറും. അപ്പോൾ ഒരു 5 മിനിറ്റിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേവായിട്ടില്ലെങ്കിൽ വീണ്ടും 5 മിനിറ്റ് കൂടെ വെക്കുക. അപ്പോഴിത് പാകത്തിനായോ എന്നറിയാൻ കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് തൊട്ട് നോക്കുക. അപ്പോഴിത് കയ്യിൽ പറ്റാതെയും കുഴിഞ്ഞു പോകാതെയും കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പാകത്തിന് വേവായി എന്ന് മനസ്സിലാക്കാം.
അപ്പോൾ നന്നായി വേവായി സംഭവം റെഡി ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ പാനിൻ്റെ മുകൾ വരെ പൊങ്ങിയാണ് നിൽക്കുന്നത്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നന്നായി ഒന്ന് താഴും. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാൻ വേണ്ടി സൈഡൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ക്ലൗഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 4-4.5 ഇഞ്ച് ഹൈറ്റിൽ നിന്നിരുന്നതാണ് താഴ്ന്ന് ഈ ഒരു ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇത് താഴത്തില്ല, ഈ ഒരു ഹൈറ്റ് ഉണ്ടാവും. ഇനി ഇതൊന്ന് മുറിക്കാം. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ മുട്ടവെള്ള പതപ്പിച്ച് സ്റ്റീം ചെയ്തെടുത്ത് തയ്യാറാക്കുന്ന സ്നോ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാം. അതല്ലെങ്കിൽ വഴറ്റിയെടുത്ത വെജിറ്റബിൾസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. മുട്ട കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് തയ്യാറാക്കി കൊടുത്താൽ ഇത് കാണാനുള്ള കൗതുകം കൊണ്ടൊക്കെ അവർ കഴിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.